Hi dear students, welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my another video on operating systems. In this video, we will discuss about swapping. We are already familiar with the term swapping. When we have studied programming languages, we have written the programs for swapping two numbers. That means interchanging. If a variable A contains the value 2 and a variable B contains the value 5, then interchanging the values 5 and 2 is known as swapping. So in operating system, swapping means it is a method in which the process should be swapped temporarily from the main memory to the secondary memory or else backing store. It will be later brought back into the main memory to continue its execution. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്വാപ്പിംഗ് എന്ന് പറയുന്നത് there will be a main memory and a secondary storage. നമുക്കറിയാം മെയിൻ മെമ്മറി ലിമിറ്റഡ് ആണ്. അപ്പോൾ CPU-ന് എപ്പോഴും മെയിൻ മെമ്മറിയിലുള്ള പ്രോസസ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രോഗ്രാംസും മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ടായിട്ട് റൺ ചെയ്യുന്ന പ്രോസസ്സ് മാത്രം നമ്മൾ മെയിൻ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്തതിന് ശേഷം ബാക്കി പ്രോസസ്സ് എല്ലാം നമ്മൾ എന്താ ചെയ്യും, സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോഴാണോ ഓരോന്നും നമുക്ക് മെയിൻ മെമ്മറിയിൽ ആവശ്യമായിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പിംഗ് എന്തിനാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഇൻ എ സിസ്റ്റം. ദാറ്റ് ഈസ് ഫാസ്റ്റ് ആയിട്ട് ഓരോ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. So we can explain the swapping by using this figure. Here we have a main memory and a backing store. Backing store means it is the secondary memory. Main memory contains operating system and user space. User space means different processes. ആ യൂസർ സ്പേസിലായിരിക്കും നമ്മുടെ ഓരോ പ്രോസസ്സും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകുക. ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാർജർ ദാൻ ദ മെയിൻ മെമ്മറി. അപ്പോൾ എത്ര പ്രോഗ്രാംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണുള്ളത്? CPU ഓപ്പറേഷൻസ് ആൻഡ് IO ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്കറിയാം CPU ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് and IO operations are very slow. If there are multiple processes in main memory, for example P1, P2, P3 and P4, ഓരോ 4 പ്രോസസ്സ് നമുക്ക് യൂസർ സ്പേസിൽ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വാപ്പിംഗ് നടക്കുന്നത് എപ്പോഴൊക്കെയാണെന്നുള്ളത്, ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ എല്ലാ എക്സിക്യൂഷനും കംപ്ലീറ്റ് ചെയ്തു. എല്ലാ എക്സിക്യൂഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് പ്രോസസ് വിൽ ബി മൂവ്ഡ് ടു ദ സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്വാപ്പ് ഔട്ട്. മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി സ്റ്റോറേജിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് മെയിൻ മെമ്മറിയിലുള്ള ഒരു പ്രോസസ്സ് അതിൻ്റെ എക്സിക്യൂഷൻ എല്ലാം തന്നെയും കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ P1 എന്ന് പറയുന്ന പ്രോസസ്സ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്സ് CPU ഓപ്പറേഷൻസ് ബട്ട് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ IO ഓപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞു IO ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സ്ലോ ആണ്. And IO operations
is executed by the operating system. അപ്പോൾ ആ ടൈമിൽ CPU is idle. CPU idle ആയിട്ട് ഇരിക്കുകയാണ്. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം will allocate the other process to the CPU. ഓക്കെ, അപ്പോൾ P1ഉം P2 ഉണ്ട്. P1ന് കുറച്ച് IO ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ആ സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത പ്രോസസ് P2 will be allocated to the CPU. അങ്ങനെ വരുന്ന കേസിലും ഈ P1നെ എന്ത് ചെയ്യും? സ്വാപ്പ് ഔട്ട് ചെയ്യും. കാരണം അത്രയും മെമ്മറി സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്യുവാണ്. അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് it will be swapped out to the baking store. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, P1 എന്ന പ്രോസസ്സ് ഇറ്റ് ഈസ് ട്രൈയിങ് ടു ആക്സസ് അതർ സ്പേസസ്. അതർ പ്രോസസ്സിന്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ട്രൈയിങ് ടു ആക്സസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ എൽസ് ഇറ്റ് ഈസ് ട്രൈയിങ് ടു ആക്സസ് the other processes like P2, P3, etc. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എറർ. ആ സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ജനറേറ്റിംഗ് എ ട്രാപ്പ് ആൻഡ് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ പ്രോസസ് P1 ടു ദ ബേക്കിംഗ് സ്റ്റോർ. അപ്പോൾ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എറർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ ഹോൾട്ട് ചെയ്തതിന് ശേഷം അതിനെ സെക്കൻഡറി സ്റ്റോറേജിലോട്ട് മൂവ് ചെയ്യും, സ്വാപ്പ് ഔട്ട് ചെയ്യും. ഇനി ഫോർത്ത് കേസ് എന്ന് പറയുന്നത് റൗണ്ട് റോബിൻ അൽഗോറിതം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റൗണ്ട് റോബിൻ അൽഗോറിതം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ all the process will be having a time. ഒരു ടൈം സ്കെഡ്യൂൾ ഉണ്ടാകും. ആ ടൈം സ്കെഡ്യൂളിൽ മാത്രമേ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്ത് തീരുന്നതിനനുസരിച്ചിട്ട് അതിനെ സെക്കൻഡറി സ്റ്റോറേജിലോട്ട് സ്വാപ്പ് ഔട്ട് ചെയ്യുകയും തിരിച്ച് സ്വാപ്പ് ഇൻ ചെയ്യുകയും ചെയ്യും. ഇനി ഫിഫ്ത്ത് സിനാരിയോ എന്ന് പറയുന്നത് പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ്. ഇപ്പോൾ പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയർ പ്രയോറിറ്റി ആൻഡ് ലോവർ പ്രയോറിറ്റി. ഇപ്പോൾ ഒരു ലോവർ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സാണ് മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡറി സ്റ്റോറേജിൽ ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് ക്യൂവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെഫിനറ്റ്ലി ആ ലോവർ പ്രയോറിറ്റി പ്രോസസ്സിനെ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹയർ പ്രയോറിറ്റി പ്രോസസ്സിനെ സ്വാപ്പ് ഇൻ ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സിനാരിയോസ്. സ്വാപ്പിംഗ് നടക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്കറിയാം സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സിനെ സെക്കൻഡറി സ്റ്റോറേജിലോട്ട് കൊണ്ടുപോവുക. ഇനി റെഡി ആയിട്ടുള്ള പ്രോസസ്സിനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ ആ ഒരു രണ്ട് പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് സ്വാപ്പ് ഔട്ട് ആൻഡ് സ്വാപ്പ് ഇൻ. So next is a standard swapping. We have already mentioned that swapping means moving processes between main memory and the secondary memory or the backing store. The backing store is commonly a fast disk and also it is larger than the main memory and also which is capable to accommodate copies of all the memory images for all the users. For all the users means the different processes. The system maintains a ready queue consisting of all the processes whose memory images are on the backing store. ഒരു റെഡി ക്യൂ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഓരോ പ്രോസസ്സും സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റഡ് ആകുന്ന പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. In a system using the swapping methods, the context switch time will be very high. That is, for example, if a process size is 100 MB and
the transfer rate of a baking store or the secondary storage is 50 MB per second, then the transfer rate will be 100 MB divided by 50 MB per second. That is equal to 2 seconds. So to transfer from main memory to secondary memory and also from secondary memory to main memory, it will be taking 4 seconds. Likewise, the swap time. ഇപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ സ്വാപ്പ് ടൈം ഇസ് 200 milliseconds ആണെന്നുണ്ടെങ്കിൽ for transferring from main memory to secondary memory and from secondary to main memory, it will be taking 400 milliseconds. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ വർക്കിംഗ് എടുക്കുമ്പോഴത്തേനും ട്രാൻസ്ഫർ ടൈം തന്നെ ഒരു മേജർ പാർട്ടാണ് if the system is containing a swapping system. Okay, അപ്പോൾ ഒരു സ്വാപ്പിംഗ് മെക്കാനിസം ഉള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ടൈം തന്നെ കുറച്ച് എടുക്കുന്നുണ്ട്. That is for transferring, that is swapping out and for swapping in. So we have told that the transfer time is a major part in the system with swapping mechanisms. So to avoid, to reduce the transfer time, we can do one thing is that we can transfer only what is actually needed. എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ we can reduce the swap time. And another thing is for dynamic memory allocation processes. Dynamic memory allocation use ചെയ്യുന്ന പ്രോസസ്സസിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ at different times memory requirements ചേഞ്ച് ചെയ്യാം. ആ ഇൻഫോർമേഷൻസ് എല്ലാം റെഗുലർ ആയിട്ട് സിസ്റ്റത്തിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം കൂടി മനസ്സിലാക്കാം. നമുക്ക് ഒരു സ്വാപ്പിംഗ് മെക്കാനിസം ഉള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആൻഡ് ഓൾസോ അനദർ തിങ് ഇസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉള്ള പ്രോസസ്സസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് the memory needs, changing memory needs റെഗുലർ ആയിട്ട് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കണം. When I have explained swapping, that is transferring the processes, second method ഞാൻ പറഞ്ഞിരുന്നത്, if a process has completed its CPU operations and it is waiting for IO operations, that means at that time CPU is idle. So the operating system will assign another process to the CPU and the P1 will be swapped out of the main memory. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കേസസിൽ ഒരു സിനാരിയോ വരാനായിട്ടുള്ള ചാൻസ്, ദാറ്റ് ഇസ് നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിനാരിയോയിൽ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് process P2 in the memory will be allocated. Sorry, the process P1 in the memory will be allocated to P2. അപ്പോൾ ഒരു error occur ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. So to avoid that, there are two main solutions. And that is, first one is never swap the process. For pending IO operations pending ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ സ്വാപ്പ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് IO ഓപ്പറേഷൻസ് ഓൺലി ഇൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബഫർ. So we know that the transfer time is more than the execution time. So standard swapping is not used in modern operating systems. It requires too much swapping time and provides only too little execution time to be a reasonable memory management solution. So modified versions of swappings are
found in most of the systems like Unix, Linux, and Windows. An assignment question connected with this topic is explain in detail the term swapping. So write the question and answers in your notebook and forward the pictures to the email ID provided to you. Thank you.